ശ്രീമദ് മഹാഭാഗവത പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ശ്രീമദ് മഹാഭാഗവത സപ്താഹയജ്ഞം ആരംഭിക്കുകയാണ്. ഇന്നലെ ശ്രീ നരസിംഹാവതാരത്തോടു കൂടിയാണ് ഭഗവാന് ഭാഗവതം സമർപ്പിച്ചത്. ഇന്ന് ആ സ്തുതി ഒരു പ്രാവശ്യം കൂടി വീണ്ടും ചൊല്ലിക്കൊണ്ട് ശ്രീമദ് മഹാഭാഗവത സപ്താഹം ആരംഭിക്കുന്നതായിരിക്കും. സപ്തമസ്കന്ധത്തിലെ 9ാമത്തെ അധ്യായത്തോടു കൂടി ഇന്ന് വൈകുന്നേരം ശ്രീകൃഷ്ണ അവതാരമാണ്. ഭഗവാന്റെ അവതാരത്തിന് എല്ലാവരും പങ്കെടുക്കുമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതാ പ്രാർത്ഥനാ ശ്ലോകങ്ങൾ. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാത്. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി ശ്രീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോയം സഫല സർവദാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. ശുഗരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതത് കഥാ പ്രകാശേന മദജ്ഞാനം വിനാശയ. ദേവജഗന്നാഥ പുണ്യശ്രവണ കീർത്തന യദൂത്തമോത്തമ ശ്ലോക നാരായണ നമോസ്തുതേ. ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ തഥാ കുരുഷ്വ ദേവേശ നാദസ്തം നോ യദ പ്രമോ. നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം. തം നമാമി ഹരിം പരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം തത്സത്. ഇന്നലെ ശ്രീ ഭഗവാന്റെ നരസിംഹാവതാരത്തോടു കൂടിയാണ് നമ്മൾ ശ്രീമദ് മഹാഭാഗവതം ഭഗവാന് സമർപ്പിച്ചത്. ഇന്നും ആ അവതാരത്തിൻ്റെ ഒരു ശ്ലോകം പാരായണം ചെയ്തിട്ട് സ്തുതികൾ വീണ്ടും ഒരു പ്രാവശ്യം പാരായണം ചെയ്തിട്ട് ഇന്നത്തെ ശ്രീമദ് മഹാഭാഗവതത്തിലെ സപ്തമസ്കന്ധത്തിലെ 10ാം അധ്യായം മുതലാണ് ഇന്ന് പാരായണം ചെയ്യേണ്ടത്. എന്നാൽ 9ാം അധ്യായത്തിലെ സ്തുതികൾ കൂടി ഒരു തവണ പാരായണം ചെയ്തുകൊണ്ട് ഇന്നത്തെ പാരായണം ആരംഭിക്കുകയാണ്.
ഓം തത്സത്. ഭഗവാന്റെ അവതാര ശ്ലോകങ്ങൾ ഇന്നലെ കേൾക്കാത്തവർ വീണ്ടും ഒരു തവണ കേട്ടുകൊള്ളട്ടെ എന്നാണ് വന്ദന ശ്ലോകത്തോടുകൂടി ഇന്നത്തെ പാരായണം ആരംഭിക്കുന്നത്. 8ാമത്തെ അധ്യായത്തിലെ 17, 18, 19 ശ്ലോകങ്ങളിലായിട്ടാണ് ഭഗവാന്റെ നരസിംഹ അവതാരം പാരായണം ചെയ്യുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. വന്ദന ശ്ലോകത്തോടുകൂടി ഇന്നത്തെ പാരായണം ആരംഭിക്കുന്നു. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. ഗുരുവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഓം